റിയൽമി 16 സീരീസിൽ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു പുതിയ ഫോൺ കൂടി വന്നിരിക്കുന്നു, റിയൽമി 16X എന്ന പേരിൽ. ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമിയുടെ 16X എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. ഫോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലെ യൂസർ മാനുവൽ, ഒരു ക്ലിയർ കേസ്, അതുപോലെ ചാർജിങ്ങിന് വേണ്ടി A to C ചാർജിങ് കേബിൾ, 45 വാട്ടിൻ്റെ ചാർജർ, അതുപോലെ സിം ഇജക്ടർ പിൻ തുടങ്ങിയവയാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമി 16X ഫോണിന് കയ്യിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 217 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഭാരം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാർബൺ സിലിക്കൺ ബാറ്ററി അല്ല കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. കാര്യം 7000 mAh ബാറ്ററി ഉണ്ട്, അത്രയും വെയിറ്റും അതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ കാർബൺ സിലിക്കൺ ആയിരുന്നു ഇത്രയും വെയിറ്റ് വരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫോണിന് തിക്നെസ്സും കുറച്ചുണ്ട്. 8.8 mm ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ്. അതുപോലെ ഈ ബട്ടൺസും അതുപോലെ ഫോണിൻ്റെ ബാക്കും ഒക്കെ ഒരു സ്റ്റേഡി ഫിനിഷാണ്. ഒരു എന്താ പറയുക, ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ കണ്ടില്ല, ഒരു ഫെദർ ലൈക്ക് ടെക്സ്ചറുകളൊക്കെ കാണാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിൽ കണ്ടാൽ 3 ക്യാമറ ഉണ്ട് എന്ന് ഒറ്റയടിക്ക് തോന്നിപ്പോകും. ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് പൾസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ്, ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ നമുക്ക് ഫോൺ കോൾ വരുമ്പോൾ, നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ, അലാം റിങ് ചെയ്യുമ്പോൾ, മ്യൂസിക് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ, ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ലൈറ്റുകൾ പൾസ് ലൈറ്റ് എന്ന പേരിൽ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ലൈറ്റ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. റിംഗ് ടോൺ സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ആ ഒരു റിംഗ് ടോണിൻ്റെ ഒക്കെ ടോൺ അനുസരിച്ചിട്ട് ഇതുപോലെ ലൈറ്റ് പൾസ് ചെയ്യും. ഈ ഒരു സൈഡും പ്ലാസ്റ്റിക് ആണ്, ഫോണിൻ്റെ ബാക്കും പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ്, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒന്നും പതിയുകയില്ല. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേയിൽ HD+ റെസൊല്യൂഷനേ ഉള്ളൂ. LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 6.8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ ആയിട്ട് സ്മാർട്ട് ഫോണുകളുടെ വില കൂടി പോവുകയാണെന്ന് അറിയാം നമുക്ക്, അല്ലേ? പക്ഷേ പലരും കയറി ഇതിനകത്ത് കുറവ് വരുത്തുന്നത് എപ്പോഴും ഡിസ്പ്ലേയിലാണ്. HD+ റെസൊല്യൂഷൻ LCD ഡിസ്പ്ലേയിലേക്കൊക്കെ പോകുന്നു. പക്ഷേ ഒരു കുറവും വരുത്താത്ത മേഖല എന്ന് പറയുന്നത് ബാറ്ററിയാണ്. 7000 mAh എന്ന് പറഞ്ഞ് ബാറ്ററി കയറിയും പോകുന്നുണ്ട്. HD+ റെസൊല്യൂഷൻ അല്ലെങ്കിൽ LCD ഡിസ്പ്ലേ ഒക്കെ ഉള്ളൂ എങ്കിലും ഈ ഒരു ഫോണിനകത്ത് 144 Hz റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1200 nits ആണ്. നല്ല ബ്രൈറ്റ്നസ് എന്തായാലും ഉണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും വലിയ വിഷയം ഇല്ല. 8 ബിറ്റിന്റെ ഡിസ്പ്ലേ ആണ്. അതുപോലെ ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത് മീഡിയടെക്കിന്റെ, അതായത് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്ഥിരം വേട്ടമൃഗം പ്രോസറാണ് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 പ്രോസർ. അത് തന്നെയാണ് ഈ ഒരു ഫോണിനകത്തും കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ റിവ്യൂ ചെയ്തിരിക്കുന്ന ഫോണുകൾ ഏറ്റവും കൂടുതൽ കണ്ടുള്ള പ്രോസർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 ആയിരിക്കും. ഒരു 20,000 ആ റേഞ്ചിലുള്ള ഏത് ഫോണിലും ഇപ്പോൾ ഈ ഒരു പ്രോസറാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ CP ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ഇതേ ഇവിടെ നടത്തി. നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം 93% ആണ് ഇതിന്റെ ഒരു സ്കോർ വന്നിരിക്കുന്നത്. ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല, ആ കാര്യത്തിൽ സമ്മതിക്കണം. അതുപോലെ തന്നെ ഈ ഫോണിന്റെ AnTuTu സ്കോർ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തു. 6,24,223 എന്ന് പറയുന്ന ഒരു സ്കോറാണ്. അപ്പോൾ ഈ ഒരു പ്രോസസറിന്റെ ഒരു ബെസ്റ്റ് AnTuTu സ്കോർ തന്നെ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGM എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം സെറ്റിംഗ്സിൽ ഗെയിം പ്ലേ സാധ്യമാണ്. അതായത് 60 FPS നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും കാഷ്വൽ ഗെയിമിങ്ങിന് പറ്റിയ ഒരു സ്മാർട്ട് ഫോണായിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി GT മോഡ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഗെയിം കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ഓപ്ഷൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഹൈപ്പർ കൂളിംഗ് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5300 mm² കൂൾ ചെയ്യുന്ന തരത്തിലുള്ള, അഥവാ ഗെയിം കളിക്കുമ്പോൾ ഫോൺ ചൂടായാലും തണുപ്പിക്കുന്നതിന് വേണ്ടി കൂളിംഗ് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. 7000 mAh ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, സൂപ്പർ വൂക്ക് ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ റിയൽമി എന്തായാലും കൊടുത്തിട്ടുണ്ട്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 50 MP പ്രൈമറി ക്യാമറയാണ്. പിന്നെ ഒരു ഡെപ്ത് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒന്നുമില്ല. സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 8 MP ഒരു സെൽഫി സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ആ സെൽഫി സെൻസറിന്റെ ഒക്കെ സൈസ് ഉണ്ടല്ലേ, കുറച്ച് വലിയ ഒരു സൈസാണ്. ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകൾ എടുത്ത് നോക്കി. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന റിയൽമിയുടെ ഈ പറഞ്ഞ 16 സീരീസിൽ തന്നെ നേരത്തെ പല സ്മാർട്ട് ഫോണുകളൊക്കെ വന്നു. അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു നാച്ചുറൽ ബോക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 1x-ലും 2x-ലും ഫോട്ടോ എടുക്കാം. എസ്പെഷ്യലി 2x-ലേക്കൊക്കെ മാറുമ്പോൾ ഒരു നാച്ചുറൽ ബോക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒബ്ജക്റ്റും ക്യാമറയും വളരെ അടുത്ത് വെച്ച് ഫോട്ടോ എടുക്കുമ്പോഴാണ് ആ ഒരു നാച്ചുറൽ ബോക്കെ കിട്ടുന്നത്. അതൊരു ലുക്ക് തരുന്നുണ്ട്. പിന്നെ കളർ സയൻസ് നോക്കി കഴിഞ്ഞാൽ അതിലൊരു അല്പം വാമായിട്ടാണ് ഫോണിന്റെ സ്ക്രീനിലൂടെ ഈ ഒരു ഫോട്ടോകൾ കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും ക്വാളിറ്റി ഒരുവിധം ഉണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ വീഡിയോയെ കുറിച്ച് പറഞ്ഞാൽ വീഡിയോയും തരക്കേടില്ലാത്ത വീഡിയോ ആണ് തരുന്നത്. പക്ഷേ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഷേക്ക് വീഡിയോയിൽ വരുന്നുണ്ട്. അതുപോലെ സെൽഫി ഫോട്ടോകളും ഒരുവിധം കൊള്ളാം. ആ ഫോട്ടോയുടെ ഒരു ട്യൂണിങ് മൊത്തത്തിൽ കൊള്ളാം. അതാണ് സെൽഫി എടുത്തിട്ട് നല്ല ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്. സോഫ്റ്റ് അല്ല ഫോട്ടോകൾ. ഇഷ്ടപ്പെട്ടു. പൊതുവെ എൻ്റെ ക്യാമറ
കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ നമുക്ക് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സെൽഫി ക്യാമറയിലും ഫുൾ HD 30 FPS ആണ്. അതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD 30 FPS ആണ്. 4K സപ്പോർട്ടൊന്നും ഇല്ല. ആൻഡ്രോയിഡ് 16ലാണ് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. കുറച്ച് ബ്ലോട്ട് വേസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. അതുപോലെ റിയൽമിയുടെ UAE ആയിട്ടുള്ള റിയൽമി UI 7 ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫോണിലെ ബ്ലോട്ട് വേസുകൾ ഇതുപോലെ ഞാൻ നോക്കി, ഏകദേശം 10ഓളം ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. അതിനകത്ത് കുറേ ചവർ ഗെയിമൊക്കെ ഉണ്ട്. പ്രീമിയം ആപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 4 ആപ്പാണ്: ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ. ബാക്കിയെല്ലാം ചവറാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അവ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഇതിനകത്ത് ലഭിക്കും. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 16 ആണ്, ആൻഡ്രോയിഡ് 18 വരെ പോകും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. ഫോണിൻ്റെ ഒരു ഹാപ്റ്റിക്സിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. മോണോ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാമായിരുന്നു. അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഓക്കെ എന്നേ പറയാനുള്ളൂ. ബ്ലൂടൂത്തിൻ്റെ വെർഷൻ 5.3 ആണ് കൊടുത്തിരിക്കുന്നത്. അല്പം ഓൾഡർ വെർഷനാണത്. ഫിംഗർ പ്രിന്റ് ഫോണിൻ്റെ സൈഡ് മൗണ്ടഡ് ആയിട്ട് ഈ പവർ ബട്ടണിലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫോണിന് റിയൽമി കൊടുത്തിരിക്കുന്നത്. റിയൽമി ഫോണാണ്. അതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ അതുകൊണ്ട് തന്നെയും ലഭിക്കും. അതുപോലെ ഈ ഒരു ഫോണിനകത്തും NFC നൽകിയിട്ടില്ല. അടുത്തായിട്ട് ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞാൽ 7000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഈ ഒരു ഫോണിൻ്റെ നേട്ടം. എനിക്ക് തോന്നുന്നു അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വലിയ തരക്കേടില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഒരു സ്റ്റേഡി ഫിനിഷ് ഉണ്ട് എന്തായാലും ഈ ഒരു ഫോണിന്. അല്ലാതെ ഡിസ്പ്ലേ HD+ റെസൊല്യൂഷനേ ഉള്ളൂ. LCD ഡിസ്പ്ലേ ആണ്, മോണോ സ്പീക്കറാണ്, അതുപോലെ NFC സപ്പോർട്ട് ഇല്ല, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ കുറവായിട്ട് വേണമെങ്കിൽ എടുത്ത് പറയുന്നത്. അടുത്തിടെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. കൃത്യമായിട്ടുള്ള വില അറിയത്തില്ല. ഒരു 25,000 രൂപയിൽ താഴെ 20,000-നും 25,000-നും ഇടയിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഫോണിൻ്റെ എല്ലാം വില കൂടി പോവാണ്. ഈ പറയുന്ന 20,000 to 35,000 റേഞ്ച് വരെയും ഇപ്പോൾ HD+ഉം LCD ഡിസ്പ്ലേയും ഇതുപോലെ വരുന്ന കാലമാണ്. നേരത്തെ നമുക്കൊരു 15,000 രൂപ കൊടുത്താൽ കിഡിലും AMOLED ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ സ്പീക്കറുള്ള ഫോൺ കിട്ടുമായിരുന്നു. സത്യം, മോട്ടോറോളയുടെയൊക്കെ ഫോൺ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊന്നും കിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ.